ഇന്നലെ രാത്രി ഒരു വലിയ പണിഷ്മെന്റ് കണ്ടിട്ടാണ് നമ്മൾ ബിഗ് ബോസ് സീസൺ 7 ലൈവ് ഓഫ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് എന്തായാലും ഉറങ്ങണം, നമ്മളും എല്ലാവരും ഉറങ്ങി. പക്ഷേ ഇവരുറങ്ങിയോ? ഈ പണിഷ്മെന്റ് കിട്ടിയവർ ഉറങ്ങിയോ? അത് കണ്ടിരുന്നവർ ഉറങ്ങിയോ? ശരിക്കും പറഞ്ഞാൽ ജിസേൽ ഈ ഒരു സീസണിനെ അല്ലെങ്കിൽ മലയാളം ബിഗ് ബോസിനെ വളരെ സിമ്പിളായിട്ട് എടുത്തു എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ജിസേലിനെ മാത്രമല്ല, ആര്യനെയും ഞാൻ അത് അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ വളരെ ഫണ്ണി ആയിട്ട് ഇതൊന്നും ഒരു കാര്യമല്ല എന്നുള്ളൊരു ലെവലിലാണ് ഇവർ രണ്ടുപേരും എടുത്തിരിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിലുള്ള റെനെ ആയിക്കോട്ടെ, നെവിൻ ആയിക്കോട്ടെ, ഇത്രയും നിയമലംഘനം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പർപ്പസ്ഫുള്ളി ആണ് നെവിൻ പലതും ചെയ്യാറ്. ഇന്നലെ രാത്രി സംഭവിച്ചൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇവിടെ നൂറ, ആദില, സരിക ഇവരെല്ലാവരും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഉറങ്ങിപ്പോകുന്നത് കണ്ട് വിളിച്ചുണർത്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് രണ്ടുപേരും. ഒന്നിയിൽ ഉറങ്ങിക്കഴിഞ്ഞു. ജിസേൽ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഇത് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ 6 മണിക്കൂർ ഞങ്ങൾ ചെയ്തു, ഇനി ഞങ്ങൾ ഉറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞുറങ്ങി. ഇന്നിപ്പോൾ രാവിലെ കുറച്ച് ടൈമായിട്ട് ഇവർ രണ്ടുപേരും ഉറക്കം എഴുന്നേറ്റിട്ട് വീണ്ടും ചുമ്മാ ഒരു 2 ദണ്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ 2 ദണ്ട് രാവിലെ എഴുന്നേറ്റ് തട്ടിക്കൊണ്ടിരിക്കുന്നതിനകത്ത് എന്തെങ്കിലും കഥയുണ്ടോ? ഒരു കഥയുമില്ല. ഇത് ആരെ പറ്റിക്കാനാണ് ഈ ജിസേൽ ഇത് ചെയ്യുന്നത്? എന്നിട്ട് ജിസേൽ പുറത്തുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, വേറെ ആർക്കും ഇങ്ങനെ കൊടുത്തില്ല. എനിക്ക് തോന്നുന്നത് ജിസേൽ മിക്കവാറും ചോദിക്കാൻ പോകുന്നത് ബിഗ് ബോസിനും അല്ലെങ്കിൽ ലാലേട്ടനും ഒക്കെ എന്നോട് അസൂയയാണോ കുശുമ്പാണോ എന്നായിരിക്കും. മിക്കവാറും ലാലേട്ടനോടും അത് തന്നെ ചോദിക്കുന്നത്. ലാലേട്ടൻ എന്താ എന്നോട് അസൂയയാണോ, അതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? വേറെ ആരും ജയിലിൽ കിടന്നപ്പോൾ ഇങ്ങനെ ചെയ്തില്ലല്ലോ. ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും പിന്നെ ജിസേൽ പറഞ്ഞ പുറത്തുകൊണ്ട് സെൽഫായിട്ട് തന്നെ പറയുന്നൊരു കാര്യം, ഇതൊക്കെ ഭയങ്കര ടോർച്ചറാണ്, ഇത് ഭയങ്കര ടോർച്ചറിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഞാൻ ജിസേലിന്റെ ഒരു പേഴ്സണൽ ഒരു ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓക്കെ, അതിനകത്തൊന്നും നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല. ജിസേൽ എന്ന് പറഞ്ഞൊരു വ്യക്തിത്വം ഉണ്ട്. പക്ഷെ ബിഗ് ബോസ് സീസൺ 7 വരുമ്പം എന്തുകൊണ്ട് ഞാൻ ജിസേലിനെ കുറിച്ചൊരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ജിസേലിനെ അവിടെ ഇല്ല, ഇത് ഇങ്ങനെയല്ല, ഇത് ശരിയല്ല, ജിസേൽ ചെയ്യുന്നത് തെറ്റാണ് എന്നും, അതേസമയം എന്തുകൊണ്ട് അനുമോളെ ഞാൻ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇവർ ഈ സീസണിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഇതില് ജിസേൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിയാണ്. ബിഗ് ബോസ് ഹിന്ദി ഏറ്റവും വലിയ ടഫസ്റ്റ് സീസൺ എന്നൊക്കെ പറയുന്ന ബിഗ് ബോസ് ഹിന്ദിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജിസേൽ. പിന്നെ ഇവിടെ ഈ കാണുന്ന കണക്ക് ഇവിടെ ഇപ്പം ഷാനവാസൊക്കെ ആണെങ്കിൽ കൈവെള്ളയെ കൊണ്ട് കിടക്കുക ജിസേലിന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജിസേൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും ഷാനവാസ് വന്ന് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ജിസേലിന് എന്തറിഞ്ഞിട്ടാണ്, ജിസേൽ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്, ജിസേൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ, ജിസേൽ മനസ്സിലാക്കൂ, ജിസേൽ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടന്ന് പ്ലീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ കൂടിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഷാനവാസും അക്ബറും എല്ലാം. ഈവൻ ആ ഒരു കോഫിയുടെ കേസിൽ മാത്രം അപ്പാനി കുറച്ച് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലും അഭിനയമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ട കാര്യം പറയുകയാണെങ്കിൽ അപ്പാനി നന്നായിട്ട് ജിസേലിനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഫൈനലി അപ്പാനി ഫെഡപ്പ് ആയിട്ട് ജിസേലിന്റെ മുന്നിലേക്ക് ഓക്കെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കാണിച്ച് ഭയങ്കര ഒരു സീനായിരുന്നു അവിടെ. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. പക്ഷെ ഷാനവാസ് ഉൾപ്പെടെ പല ആണുങ്ങളും ജിസേലിനെ കൺസിഡർ ചെയ്യുന്നത്, അയ്യോ പാവം, ഇവിടെ മലയാളത്തിൽ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്, അയ്യോ പാവം എന്നൊക്കെയാണ്. എന്നാൽ അനീഷിന് ആ കൺസിഡറേഷൻ അനീഷ് കൊടുക്കുന്നേ ഇല്ല. പിന്നെ ഞാൻ എല്ലാ ആണുങ്ങളും പറയുന്നതിന്റെ പേര് എടുത്തു പറഞ്ഞതാ. പക്ഷെ അനുമോളിനെ സംബന്ധിച്ചിടത്തോളം, അനുമോള് ഒരുപാട് റിയാലിറ്റി ഷോയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വലിയ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. അതിലേക്ക് അനുമോള് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അനുമോള് ജെനുവിൻ ആയിട്ട് നിൽക്കുന്നു. അനുമോളിന്റെ ഒരു റിയൽ ക്യാരക്ടർ, അതിനകത്ത് കുറ്റം പറയാനില്ല. അനുമോള് കുലസ്ത്രീ ആയിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ, അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് റെന ഫാത്തിമ അനുമോളോട് സംസാരിക്കുന്ന പല കാര്യങ്ങളിലും പല പോയിന്റുകളിലും അനുമോൾക്ക് തെറ്റ് പറ്റുന്നുണ്ട്. റെന ഫാത്തിമയാണ് അവിടെ ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് വരെ എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ട്. അപ്പോഴും പറയുന്നത് അനുമോളുടെ PR ആണ്, അനുമോൾ എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണെന്ന്. പക്ഷെ ഞാൻ സീരിയസ്ലി പറയാം, നിങ്ങൾ ഈ കാണുന്ന ജിസേൽ അല്ല പുറത്ത്. ജിസേലിന് വളരെ സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള, വളരെ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ക്യാരക്ടർ പുറത്തുണ്ട്. ജിസേൽ എവിക്റ്റ് ആയത് ബിഗ് ബോസ് സീസൺ 9 നിന്ന്, ഹിന്ദിയിൽ നിന്ന് എവിക്റ്റ് ആയത് ഒരു നൂറ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇത് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. നിങ്ങളും നോക്കുക. അതുപോലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ജിസേലിന്റെ ഏജ് 28 ആണോ 35 ആണോ എന്ന്. ഒരു വളരെ യൂസ്ലെസ് ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ജിസേൽ തക്രാൾ എന്നും പറഞ്ഞിട്ട് ഏജ് വിക്കിപീഡിയയിൽ 28 ആണ്. ബട്ട് ആ ഒരു സമയത്ത് ബിഗ് ബോസ് സീസൺ 9 ഹിന്ദി നടക്കുന്ന സമയത്ത് ഇവരെ കുറിച്ചുള്ള ഏജ് ആ സമയത്ത് അതിൽ വന്നിട്ടുള്ളത്
അവർക്ക് 25 ഉണ്ട് ആ സമയത്ത്, അതായത് ബിഗ് ബോസ് സീസൺ 9 സമയത്ത് 25 ഉണ്ടെന്ന് ഒരു സൈറ്റ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇപ്പൊ ഏകദേശം ഒരു 35 വയസ്സുണ്ട്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഫേക്ക് ചെയ്തിട്ട് ഇവരുടെ ഒരു ലൈഫ് തന്നെ, അല്ലെങ്കിൽ അവരെ തന്നെ ഒന്ന് പുനർജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മലയാളം ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത്. അത് പൊളിച്ചടുക്കി കൈ കൊടുക്കുന്നത് അനുമോളാണ്. അതിനുള്ള ധൈര്യം അനുമോളിന് മാത്രമേ ഉള്ളൂ. ജിസേലിനെ ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവര് വളരെയധികം ഹേറ്റ് സ്പീച്ച് എടുത്ത് അനുമോളോട് പറയുന്നതോ, അല്ലെങ്കിൽ ഈ പറയുന്ന അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നവര് വെറും ഹേറ്റ് ആയിട്ട് ജിസേലിനെ പറയുന്നതിനോ ഞാൻ അലൗ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കമന്റ് കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ അതിനൊക്കെ റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ജിസേൽ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഇത് കമന്റ് ചെയ്യാൻ. ഇപ്പൊ നെവിൻ ഉൾപ്പെടെ പലരും ജിസേലിന്റെ ഷാഡോ പോലെ നിൽക്കുന്നുണ്ട്. ആർക്കും ജിസേലിനെ അറിയില്ല. ഈ സീസണിൽ ഒട്ടും ആരും പരിചയപ്പെടാതെ വന്നത് ജിസേലിനെയാണ്. ഒരു ലൈവില് ഒരു സമയത്ത് അക്ബറും അനുമോളും നെവിനും നൂറ, ആദില ഇവരെല്ലാവരും, സരികയും എല്ലാവരും ഇന്ന് സംസാരിക്കുന്നത് ബിഗ് ബോസിലേക്ക് വരുന്നതിന്റെ തലേന്ന് രാത്രി പ്രഡിക്ഷൻ ലിസ്റ്റുകൾ കണ്ടിട്ട് ഇവരൊക്കെ പരസ്പരം ഇൻസ്റ്റഗ്രാം എടുത്ത് ചെക്ക് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അനുമോള് നെവിന്റെ ആ ഒരു പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് പോലും അതൊരു ഫോളോ റിക്വസ്റ്റ് അയച്ചില്ല എന്ന് പറഞ്ഞിട്ട് നെവിൻ അനുമോളോട് ദേഷ്യപ്പെടുന്നത്, തമാശയ്ക്ക് ദേഷ്യപ്പെടുന്ന ഒരു സീൻ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ അക്ബർ പറയുന്നുണ്ട്, അക്ബറിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ ഫൈനലി ലാസ്റ്റ് ടൈമിലൊക്കെയാ വന്നത്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അക്ബറിന്റെ പേരാണ്, അക്ബർ ഖാൻ എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യന്റെ പേരാണ് തുടക്കം തൊട്ടേ കണ്ടത്. അങ്ങനെ പല കാര്യങ്ങളും അവർ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ബിഗ് ബോസിന് വരുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ഇവര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും ജിസേലിനെ അവർ എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല. ഇവിടെ വന്ന് അവരെല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി മാത്രമാണ് ജിസേൽ. അതുകൊണ്ടാണ് ജിസേലിനെ കുറിച്ച് ഞാനും ഈ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത്. അല്ലാതെ ജിസേലിനോട് എനിക്ക് ഒരു തരത്തിലുള്ള മുൻപരിചയവും ഇല്ല, ജിസേൽ ആരാണെന്ന് അറിയത്തില്ല. ബട്ട് പേഴ്സണലി ജിസേൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കര അധികം ആറ്റിറ്റ്യൂഡുള്ള വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അനീഷും ജിസേലും തമ്മിൽ ലൈവിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ജിസേലിനോട് ബിസിനസിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിസേൽ പറയുന്നുണ്ട് സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ദുബായിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് അവസാനം 30% ഷെയർ ഇട്ട് താൻ ആ ബിസിനസ് എടുത്തിട്ട് ബാക്കി വേറൊരാൾക്ക് കൊടുത്തു, ഒരു പാർട്ട്ണറിനെ കൊണ്ടുവന്ന് കൊടുത്തു. ബിക്കോസ് അത്രയും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു 30% ഷെയർ ഹോൾഡർ ഇപ്പം താനാണ്. പക്ഷേ കംപ്ലീറ്റ് വേറെ ഒന്നുമില്ല, 30% ഒരു ഷെയർ ഹോൾഡർ മാത്രമാണ് എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പോൾ ജിസേൽ ജനിച്ചപ്പോഴേ റിച്ച് ആയിട്ടാണോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരമായിട്ട് ജിസേൽ പറഞ്ഞത് എന്താണെന്നറിയോ? അത് ഞാൻ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞോളാം എന്ന്. അതായത് അനീഷിന് അത് പറഞ്ഞു കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു റെനെ ഉൾപ്പെടെ, റെനയ്ക്ക് എന്ന് വെച്ചാൽ ഒരു കൊച്ചു കുട്ടിയാണ് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു ജനറേഷന്റെ എല്ലാ മൈൻഡ് സെറ്റും ഉള്ള ഒരു കുട്ടിയാണ്, ഒരു മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ് റെന ഫാത്തിമ. അതായത് ഒരു ന്യൂ ജനറേഷന്റെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു ബിസിനസ് ചെയ്യണം, എങ്ങനെയാണ് ഫിനാൻഷ്യലി സെറ്റപ്പ് ആകേണ്ടത്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ വേണ്ടി എന്തൊക്കെ ബിസിനസ്സുകൾ കണ്ടെത്താം, ഡിജിറ്റലി എത്രത്തോളം. അപ്പം ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുമല്ലോ, ഒനീല് പോലും പറഞ്ഞിട്ടുണ്ട് അവളുടെ ഒരു ബോയ് ഫ്രണ്ടും അവളുടെ ഒരു ഫോളോവേഴ്സും, ഈ പറഞ്ഞ ഫോളോവേഴ്സും ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽസും വ്ളോഗും ഇൻസ്റ്റഗ്രാം റീച്ചും ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെ മെയിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈമറി ഇൻകം എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ റെന ഫാത്തിമ സക്സസ് ആണ്. അതുകൊണ്ടായിരിക്കാം മേ ബി വലിയൊരു ബിസിനസ് മാഗ്നറ്റ് എന്നൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ വലിയൊരു ഇപ്പം ഇവിടുന്ന് ഇറങ്ങുമ്പോഴും ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം വേണ്ടേ, അതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും റെന ഫാത്തിമ ഈ പറയുന്ന ജിസേലിനോടൊക്കെ കൂട്ടുകൂടിയത് പോലും. വന്നപ്പോഴേ ജിസേല് അകത്തോട്ട് കയറി വന്നപ്പോഴേ റെന ഫാത്തിമ വാവ് എന്നൊക്കെ കാണിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, അപ്പോൾ ഇത് ബിഗ് ബോസ് ഹൗസിൽ ഒരു ഗെയിം കളിക്കുമ്പോൾ എങ്ങനെ നിൽക്കണം, ബിഗ് ബോസ് ഹൗസിന്റെ ഒരു നിയമങ്ങളും പാലിക്കാത്ത ഒരു വ്യക്തിയാണ് ജിസേൽ. അതുപോലെ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികളെ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ജിസേൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ എടുക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ജിസേൽ എന്ന് പറഞ്ഞൊരു വ്യക്തി പേഴ്സണൽ ലൈഫിൽ വേറൊരു വ്യക്തിയാണ്. അതിൽ നിന്നും ഈ ബിഗ് ബോസിൽ വന്ന് അഭിനയിച്ച് നിന്ന് ജയിച്ചിട്ട് പോകാൻ നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് നേട്ടമാണ്? നമ്മളൊരു എന്റർടൈൻമെന്റ് ഷോ ആണ് കാണുന്നത്, അതിലൊരു ജെനുവിൻ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ജെനുവിൻ ആയിട്ട് കളിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഫേക്ക് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കാം, ശരിയാണ്. പക്ഷേ ഓൾമോസ്റ്റ് വരുമ്പോഴത്തേക്കും ആ ഫേക്കിനെ നല്ലതുപോലെ തല്ലിക്കെടുത്താൻ ഒരു റിയൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ റിയൽ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ, എൻ്റെ ഒരു വ്യൂ പോയിന്റ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്
ജയിൽ ടാസ്ക് പൊളിഞ്ഞിട്ടുണ്ട്, 8 നില പൊളിഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, ആ പണിഷ്മെന്റിന്റെ ആ ഒരു സീരിയസ്നെസ് ഒന്നും രണ്ടു പേർക്കും ഉണ്ടായില്ല. എസ്പെഷ്യലി ജിസയില് ഈ പറഞ്ഞ ടാസ്ക് വെള്ളത്തിൽ വരച്ച വരയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ലാലേട്ടൻ വരുന്നത് വരെ അവർ ഈ ഒരു ജയിൽ കോസ്റ്റ്യൂമിൽ തന്നെ കിടക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.